ഹലോ മക്കളെ, എല്ലാവരും ടെൻഷനിലാണോ? SSLC ഫിസിക്സ് പരീക്ഷ ടെൻഷൻ മക്കൾക്ക് വേണ്ട. എല്ലാ ചാപ്റ്ററിലും എന്താണ് പഠിക്കേണ്ടത് എന്ന് മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ്. ഇത് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് A+ കിട്ടാൻ എന്ന് ഞാൻ ഉറപ്പ് തരാണ്. ഞാൻ ഈ ഉറപ്പ് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ്. ഓക്കെ, അപ്പൊ മക്കളെ വിശ്വസിച്ചോ, MS വിശ്വസിച്ചോ, SM സാറെ വിശ്വസിച്ചോ, എന്തായാലും ഇത് മാത്രമായിരിക്കും ഈ ഒരു ചാപ്റ്ററിന് എക്സാമിന് വരിക. അപ്പൊ ചാപ്റ്റർ 5 നിന്ന് എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്? വളരെ കുറച്ച് കാര്യം പഠിക്കാനുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ കുറേ സമയം വേണമെന്ന്. വേണ്ട, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ മൊത്തം പഠിക്കാൻ പറ്റും. ഞാൻ പറയുന്നത് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ ആദ്യം മക്കൾ പഠിക്കേണ്ടത് എന്താ അറിയോ? നിക്രോമിന്റെ പ്രത്യേകതകളാണ്. ഇത് പഠിക്കാതെ എക്സാമിന് പോകരുത്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ജൂൾസ് ലോ, ജൂൾ നിയമം എന്ന് പറഞ്ഞ സാധനം നിങ്ങളുടെ ഡെഫിനിഷൻ പഠിച്ചു വെച്ചേക്കണം. മറ്റൊരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും. ജൂൾ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെഫിനിഷൻ തന്നെ എഴുതാൻ വേണ്ടി പറയും. അതിന്റെ കൂടെ എന്തുണ്ടാവും? കണക്ക് പ്രോബ്ലം കൂടി ഉണ്ടാവും. അപ്പൊ ഈ ഡെഫിനിഷൻ മക്കൾ പഠിക്കാതെ പോകരുത്. ദാ ഈക്വേഷൻ അറിയാലോ, H = I²RT, H = V²T/R, H = VIT, H = P × T. ഈ ഇക്വേഷൻസ് നിർബന്ധമായിട്ട് ഓർത്ത് വെച്ചോ. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ഇക്വേഷൻ തപ്പി അല്ലെങ്കിൽ ഈ പ്രോബ്ലം തപ്പി മക്കൾ നടക്കണ്ട. അത് നമ്മുടെ പ്രിഡിക്ഷൻ ലൈവിൽ കൃത്യമായിട്ട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞുതരും. സെറ്റാണല്ലോ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പവറാണ്. പവർ കാണാൻ ഇത്രയും ഇക്വേഷൻസ് പഠിക്കാനുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ചോദ്യമാണ്. അതായത് അവർ പറയും ഒരു ബൾബിന്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൾബിന്റെ വോൾട്ടേജ് 220 വോൾട്ട് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു ബൾബിന്റെ വോൾട്ടേജ് 220 വോൾട്ട് ആണ്. അതിന്റെ പവർ എന്ന് പറഞ്ഞാൽ 100 വാട്ട് ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു അറിയോ? അതിന്റെ വോൾട്ടേജ്, ആ ബൾബിന്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞ സാധനം 440 വോൾട്ട് ആയിട്ടുണ്ടെങ്കിൽ ആ ബൾബിന്റെ പവർ എത്രയായിരിക്കും എന്നുള്ളൊരു ചോദ്യം. ഇങ്ങനെയുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കാതെ എക്സാമിന് പോകരുത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് റെസിസ്റ്റിവിറ്റി? കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. റെസിസ്റ്റിവിറ്റി എന്താണെന്നുള്ളതും അതിന്റെ ഇക്വേഷൻസും നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെച്ചേക്കണം. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ഈ തവണത്തെ പബ്ലിക് എക്സാമിന് എന്തായാലും 110% ഈ ഒരു ചോദ്യം വന്നിരിക്കും. ഇതെന്താ അറിയോ? ഇങ്ങനെയായിരിക്കും ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നമ്മളെ വീട്ടിൽ 5 CFL 5 മണിക്കൂർ ഉപയോഗിച്ചു അല്ലെ, 10 TV അല്ല, ഒരു TV 10 മണിക്കൂർ പ്രവർത്തിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ എത്രമാത്രം ഇലക്ട്രിക്കൽ എനർജി ആയിരിക്കും ഒരു ദിവസം ഉപയോഗിക്കുന്നത്? ഒരു മാസമാകുമ്പോൾ കറണ്ട് ബിൽ എത്ര വരും അല്ലെ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇങ്ങനെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം കൂടി പഠിച്ചു വെച്ചാൽ മതിടാ. അതോടുകൂടി ഈ പാഠം സെറ്റായി. അതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കാർബൺ ഫുട് പ്രിന്റ്, കാർബൺ പാത. ഈ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്ന സാധനം റെഡ്യൂസ് ചെയ്യാനുള്ള മാർഗങ്ങൾ എക്സാമിന് ചോദിക്കും. അപ്പൊ ഈ പോയിന്റ്സ് മക്കൾ എന്ത് ചെയ്യണം? എഴുതി വെച്ചേക്കണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠം സെറ്റായടാ. ഇനി വേറെ ഏതെങ്കിലും പാഠം നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ SM ലവ് എന്നുകൂടി എന്ത് ചെയ്യുക? നമ്മൾ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.